ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ.കെ. നാരായൺ എഴുതിയ എൻജിൻ ട്രബിൾ എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരനായ ആർ.കെ. നാരായൺ എഴുതിയ ഒരു ചെറുകഥയാണ് എൻജിൻ ട്രബിൾ എന്നത്. 1972 ഇതാദ്യം പ്രസിദ്ധീകരിച്ചത്. ആർ.കെ. നാരായണൻ്റെ പ്രശസ്തമായ മാൽഗുഡി ഡേയ്സ് എന്ന സമാഹാരത്തിലാണ് ഈ കഥ ആദ്യം പ്രസിദ്ധീകരിച്ചത്. മാൽഗുഡി എന്ന ഗ്രാമത്തിലെ ഒരു മേളയിലാണ് ഈ കഥ തുടങ്ങുന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു മേളയിൽ പോകുകയും അവിടെ നിന്ന് ലോട്ടറി എടുക്കുകയും ആ ലോട്ടറിയിലെ ഫസ്റ്റ് പ്രൈസായ റോഡ് എൻജിൻ സമ്മാനമായി നേടുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമ്മാനം പെട്ടെന്ന് തന്നെ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു. നരേറ്ററിനെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ഒരു ഷോമൻ മാൽഗുഡിയിലെത്തി ജിംഖാന ഗ്രൗണ്ടിൽ ഗേറ്റി ലാൻഡ് എന്ന പേരിൽ ഒരു മേള സ്ഥാപിക്കുന്നു. അവിടേക്ക് നമ്മുടെ കഥാനായകൻ, നമ്മുടെ നരേറ്റർ പോവുകയാണ്. അവിടെ ആളുകൾ മെഷീനുകളിൽ കയറാനും കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ വാങ്ങാനും രസകരമായ ലോട്ടറി സമ്മാനങ്ങൾ നേടാനും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നരേറ്ററും തനിക്കായി ലോട്ടറി ടിക്കറ്റ് എടുത്തു. ലോട്ടറി നറുക്കെടുത്തപ്പോൾ നമ്മുടെ നരേറ്ററിന് തന്നെ ഫസ്റ്റ് പ്രൈസായ റോഡ് എൻജിൻ സമ്മാനമായി ലഭിച്ചു. റോഡ് എൻജിൻ കണ്ടപ്പോൾ നമ്മുടെ നരേറ്റർ ആകെ ഞെട്ടിപ്പോയി. അതെന്ത് ചെയ്യണമെന്നോ അതെങ്ങനെ വീട്ടിലേക്ക് എത്തിക്കുമെന്നോ അവനറിയില്ല. റോഡ് എൻജിൻ ഉപയോഗിച്ച് കാശുണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചെല്ലാം നമ്മുടെ നരേറ്റർ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ അതെങ്ങനെ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വിൽക്കുന്നതിനെക്കുറിച്ച് പറയേണ്ടതുമില്ല. വലുതും ഭാരമേറിയതുമായ റോഡ് എൻജിൻ സഹായമില്ലാതെ നീക്കാൻ കഴിയില്ല. നമ്മുടെ നരേറ്റർ മേള നടക്കുന്ന സംഘാടകരുമായി സംസാരിക്കാൻ ചെന്നു. അവരുടെ മേള അവസാനിക്കുന്നതുവരെ ആ എൻജിൻ ജിംഖാന ഗ്രൗണ്ടിൽ സൂക്ഷിക്കാൻ അനുമതി ചോദിച്ചു. മേള നടത്തിയിരുന്ന ഷോമൻ അത് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ സഹായിക്കാൻ വിസമ്മതിക്കുകയും മേള അവസാനിച്ച ഉടൻ തന്നെ ആ എൻജിൻ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഗേറ്റി ലാൻഡ് പട്ടണം വിട്ടതിന് ശേഷം എൻജിൻ പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. അടുത്ത ദിവസം നമ്മുടെ നരേറ്റർ ജിംഖാന ഗ്രൗണ്ടിലുള്ള തൻ്റെ റോഡ് എൻജിൻ കാണാനായി ചെന്നപ്പോൾ റോഡ് എൻജിൻ്റെ മുകളിൽ ഒരു നോട്ടീസ് ലെറ്റർ കണ്ടു. ആ നോട്ടീസ് ലെറ്ററിൽ തൻ്റെ എൻജിൻ സൂക്ഷിക്കുന്നതിനായി സർക്കാർ ഭൂമി ഉപയോഗിക്കുന്നതിനാൽ പ്രതിമാസം 10 രൂപ വാടകയായി നൽകണമെന്നായിരുന്നു നോട്ടീസ്. നോട്ടീസ് വായിക്കുമ്പോൾ നമ്മുടെ നരേറ്റർ വളരെ അസ്വസ്ഥനാകുന്നു. എന്ത് വില കൊടുത്തും ആ എൻജിൻ വിൽക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരും തൻ്റെ എൻജിൻ വാങ്ങാൻ തയ്യാറാകുന്നില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നികുതി അടയ്ക്കാൻ നമ്മുടെ നരേറ്റർ ഭാര്യയുടെ ആഭരണങ്ങൾ വിൽക്കുന്നു. 3 മാസം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എൻജിൻ അതേ സ്ഥലത്ത് തന്നെയാണ്. ഒടുവിൽ 24 മണിക്കൂറിനുള്ളിൽ തൻ്റെ റോൾ എൻജിൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേറെ നോട്ടീസ് കൂടി ലഭിച്ചു. നമ്മുടെ നരേറ്റർ വളരെ ദുഃഖിതനും അസ്വസ്ഥനുമായി. അങ്ങനെയിരിക്കെ നമ്മുടെ നരേറ്റർ അമ്പലത്തിലെ ഒരു പൂജാരിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിനോട് നമ്മുടെ നരേറ്റർ എല്ലാ കഥയും പറയുന്നു. സർക്കാർ ഭൂമിയിൽ നിന്ന് തൻ്റെ എൻജിൻ എടുക്കാൻ ക്ഷേത്രത്തിലെ ആനയെ ഉപയോഗിക്കാൻ പണ്ഡിത് അനുവദിക്കുന്നു. സർക്കാർ ഭൂമിയിൽ നിന്ന് ആന തൻ്റെ എൻജിൻ നീക്കം ചെയ്യുമെന്ന് നമ്മുടെ നരേറ്റർ തോന്നിയപ്പോൾ അയാൾ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരാനയും 50 കൂലിക്കാരെയും നിയമിക്കാൻ അവൻ തീരുമാനിച്ചു. ഒരാനയും 50 തൊഴിലാളികളും അവിടെ വരുന്നു. റോഡ് എൻജിൻ ഓടിക്കാനും അതിനൊരു ദിശ നൽകാനും വേണ്ടി ജോസഫിനെ നിയമിച്ചു. പക്ഷേ ഇപ്പോഴും റോഡ് എൻജിൻ്റെ ടയർ ഉരുളുന്നില്ല. ക്ഷേത്രത്തിലെ ആനയും തൊഴിലാളികളും പിന്നെ ജോസഫും എൻജിൻ തള്ളിക്കൊണ്ടുപോകുന്ന ഘോഷയാത്ര ഒരു വലിയ ജനക്കൂട്ടത്തെ തന്നെ ആകർഷിച്ചു. എന്നാൽ എൻജിൻ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അത് വലത്തോട്ടോ ഇടത്തോട്ടോ പോകുന്നില്ല, അത് നേരെ പോകുന്നു. റോഡ് എൻജിൻ മുന്നിലുള്ള ഒരു ഭിത്തിയിൽ ഇടിക്കുന്നു. ആ കോമ്പൗണ്ട് ഭിത്തിയുടെ നല്ലൊരു ഭാഗം തകർന്നു വീണു. ആന കയറുകൾ പൊട്ടി മതിലിൻ്റെ കൂടുതൽ ഭാഗം ചവിട്ടി വീഴ്ത്തി. ജനക്കൂട്ടം പരിഭ്രാന്തരായി. പോലീസ് നമ്മുടെ നരേറ്ററെ അറസ്റ്റ് ചെയ്തു. തകർന്ന കോമ്പൗണ്ട് മതിൽ പുനർനിർമ്മിച്ചു കൊടുക്കാനും ഓടിപ്പോയ 50 തൊഴിലാളികളുടെ കൂലി നൽകാനും ചുമരിന് മുകളിലൂടെ എൻജിൻ ഓടിച്ച ജോസഫിൻ്റെ ഫീസ് നൽകാനും മതിൽ ചവിട്ടി വീഴ്ത്തുമ്പോൾ ക്ഷേത്രാനയ്ക്ക് പരിക്കേറ്റതിനുള്ള മരുന്നിൻ്റെ ബില്ലടയ്ക്കാനും പിന്നെ അവസാനമായി എൻജിൻ നിലവിലുള്ള സ്റ്റേഷനിൽ നിന്ന് മാറ്റണം എന്നീ വ്യവസ്ഥകളിൽ നമ്മുടെ നരേറ്ററിനെ വിട്ടയച്ചു. ഇതെല്ലാം നമ്മുടെ നരേറ്ററിന് വലിയ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ചെലവാക്കാൻ നമ്മുടെ നരേറ്ററിൻ്റെ കയ്യിൽ കൂടുതൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നരേറ്ററിൻ്റെ ഭാര്യയുടെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് അവരുടെ താലിമാലയായിരുന്നു. അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ രീതിയിൽ പ്രകൃതി തന്നെ നമ്മുടെ നരേറ്ററെ സഹായിച്ചു.
അപ്രതീക്ഷിതമായി വടക്കേ ഇന്ത്യയിൽ ഒരു ഭൂകമ്പമുണ്ടായി. അത് അവിടുത്തെ പട്ടണങ്ങളെ നശിപ്പിച്ചു. ആ ഭൂകമ്പത്തിൻ്റെ പ്രതിധ്വനി നമ്മുടെ നരേറ്ററിൻ്റെ നാട്ടിലും ഉണ്ടായി. പിറ്റേന്ന് രാവിലെ നമ്മുടെ നരേറ്റർ എൻജിൻ അവസാനമായി നോക്കാൻ പോയി. നമ്മുടെ നരേറ്ററിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ എൻജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. നരേറ്റർ ചുറ്റും നോക്കി കരഞ്ഞു. എൻജിൻ കണ്ടുപിടിക്കുന്നതിനായി തിരച്ചിൽ സംഘങ്ങൾ ചുറ്റും പോയി. അവസാനം എൻജിൻ സമീപത്തുള്ള ഒരു ഉപയോഗശൂന്യമായ കിണറിൽ കണ്ടെത്തി. എൻജിൻ്റെ പിൻഭാഗം മുകളിലേക്കായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ആ കിണറിൻ്റെ ഉടമ അവസാനം കിണർ മൂടിയതിൽ വളരെ സന്തുഷ്ടനായി. അതുകൊണ്ട് തന്നെ നമ്മുടെ നരേറ്ററിൻ്റെ എല്ലാ കടങ്ങളും വീട്ടാമെന്ന് ആ കിണറിൻ്റെ ഉടമ വാഗ്ദാനം നൽകി. കൂടാതെ നമ്മുടെ നരേറ്ററിന് കുറച്ചുകൂടി പണം വാഗ്ദാനം ചെയ്തു. പക്ഷെ നമ്മുടെ നരേറ്റർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കഥയുടെ അവസാനം നമ്മുടെ നരേറ്ററിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും റോഡ് എൻജിനിൽ നിന്ന് മുക്തനാവുകയും ചെയ്യുന്നു.